ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുക്കിംഗ് ക്ലാസ്സിൽ പോയിട്ടുണ്ട് അമ്മയുടെ കൂടി. എനിക്ക് ഇനി എത്ര ദിവസം പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അവർ വന്ന ഉടനെ തന്നെ എല്ലാവരും കട്ടിങ്ങിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഡേറ്റ്സിൻ്റെ പിക്കിളാണ്. അപ്പോൾ ഇന്ന് പ്രൊഫഷണലായിട്ട് ഒരു ആൻറ്റി കുക്കിംഗ് ഉണ്ട്, ഇങ്ങനെ അച്ചാറൊക്കെ ഇടണം. അപ്പോൾ ആൻറ്റിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ നല്ലെണ്ണയിൽ നമ്മുടെ ഡേറ്റ്സ് വറുത്തെടുക്കുക. നല്ല ഒരുപാട് ദിവസത്തേക്ക് ഇരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ എന്താ പറയുക, വെളുത്തുള്ളിയും പിന്നെ കുറച്ചൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഇഞ്ചിയും, അതിനുശേഷം വറ്റൽമുളകും, പിന്നെ വറുത്ത് പൊടിച്ച കടുക് പൊടിയും ഉലുവാപ്പൊടിയും കായവും മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂട്ട് റെഡിയാക്കി എടുക്കാം. ഇതിലോട്ടാണ് നമ്മൾ ഡേറ്റ്സ് ഇടുന്നത്. പിന്നെ നമ്മൾ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ പാനി അറിയാമോ നിങ്ങൾക്ക്, ശർക്കര പാനി ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് വിനെഗർ ഒഴിക്കുന്നത്. അപ്പം ശർക്കര പാനി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്നാമത് നമ്മുടെ ഡേറ്റ്സിന് നല്ല മധുരമാണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ കൂടെ നല്ലൊരു നമുക്കൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ വറുത്ത് കോരി വെച്ച നമ്മുടെ ഡേറ്റ്സ് ഇതിലോട്ട് ചേർത്ത് നമുക്ക് നല്ല രീതിക്ക് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും എന്താ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അടുത്തിനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാച്ചാറാണ്. അതിനുവേണ്ടിയുള്ള ആദ്യമേ എല്ലാവരും സാധനങ്ങൾ എടുത്ത് വെക്കുക. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചി ഇട്ട്, നമ്മുടെ പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നമ്മുടെ വറുത്ത കടുക് പൊടി, ഉലുവാപ്പൊടി, കായം, നമ്മൾ ഇട്ട എല്ലാ സാധനവും ഇടുക. പിന്നെ മുളക് പൊടി. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്, മസാല റെഡിയായി. അതിലൂടെ നമുക്ക് എന്താ പറയുക, വിനാഗിറും കൂടെ ഒഴിച്ച് നല്ല രീതിക്ക് ഇതെടുക്കുക. പിന്നെ നമുക്ക് ചൂടുവെള്ളം ആറ്റി വെക്കുക. എന്നിട്ട് ചൂടുവെള്ളം നല്ല രീതിക്ക് തണുപ്പിച്ച് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതിലോട്ട് വെള്ളമായിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോവും. നമുക്ക് തണുത്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കാവൂ. അതിനു മുമ്പേ മാങ്ങ ഇട്ട് ഇടയിൽ മാങ്ങ ചൂടിൽ നിന്ന് വെന്തു പോകും. നല്ല ഫ്രഷ് മാങ്ങ ഇട്ട് ഉണ്ടാക്കണമെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂടിൽ നിന്ന് കൊഴിഞ്ഞു പോയാൽ പിന്നെ അവർക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടി കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചു. പിറ്റേ ദിവസം നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് നല്ല കട്ടിയിലിരിക്കും. അപ്പം വെള്ളം ഇതേപോലെ തണുപ്പിച്ച് വെച്ചിരിക്കും. അതിനനുസരിച്ച് ഇതിന് എത്രയാണോ അരപ്പ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം നല്ലപോലെ വെച്ച് തിളയ്ക്കാൻ വേണം. തിളച്ച് തണുപ്പിക്കാൻ ഉറങ്ങാൻ പാടാണ്. നമ്മുടെ ചൂടുവെള്ളം ആറ്റി തണുപ്പിച്ച് തന്നെ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വെള്ളം നമ്മൾ ഒരിക്കലും തൊടരുത്. പിന്നെ നമ്മുടെ മാങ്ങ, നമ്മുടെ കറി നല്ല രീതിക്ക് ചൂടൊക്കെ മാറിയിട്ട് വേണം നമ്മൾ മാങ്ങ അതിലോട്ട് ഇടാൻ, അല്ലെങ്കിൽ വെന്തു പോകും. പിന്നെ മാങ്ങയിലുള്ള ഉപ്പ് വെള്ളം മാറ്റിക്കളയുക, എന്നിട്ട് നമ്മൾ മാങ്ങയിലോട്ട് ഇടുക. പിന്നെ എപ്പോഴും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനമായാലും നമ്മളെ കൈ പോലും നല്ല ഇളം ചൂടുവെള്ളത്തിൽ കൈയൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ ഇതേപോലെ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് എന്ത് ചെയ്യാം, മാങ്ങാച്ചാർ സൂക്ഷിച്ച് വയ്ക്കാം. ഇനി മൂന്നാമത്തെ അച്ചാർ എന്ന് പറയുമ്പോൾ ഇഞ്ചിയാണ്. നമ്മൾ ശർക്കര പാനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു, നമ്മുടെ ഇഞ്ചി ഇട്ടു. നമ്മളിപ്പോൾ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ്. അപ്പോഴിത് വെള്ളം വറ്റുമ്പോൾ ഈ സൗണ്ട് കേൾക്കില്ല. സാധാരണ ഇഞ്ചികളിൽ കടുപ്പ് കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഇതുപോലെ പാവ് കാച്ചി ചേർക്കുന്നത്. ഇഞ്ചി കുറച്ച് വെയിലത്ത് ഫസ്റ്റ് ഉണക്കിയിട്ട് ഇതുപോലെ വറുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ഇതുപോലെ വറുത്ത് കിട്ടും. പിന്നെ നമ്മുടെ ഇഞ്ചി എന്ത് ചെയ്യുക, മിക്സിയിലിട്ട് നല്ല രീതിക്ക് പേസ്റ്റ് രൂപ അഴയ്ക്കുക. പിന്നെ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് പച്ചമുളകാണ്. നമ്മുടെ നല്ലെണ്ണ ഒഴിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക്, പിന്നെ കായം, കരിവേപ്പില, പിന്നെ നമ്മുടെ മുളക് പൊടി. അപ്പം ഇത്രയും ചേർത്ത് നമുക്ക് നല്ല രീതിക്ക് ഒരു പേസ്റ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ഒഴിക്കാൻ വേണം പുളിവെള്ളമാണ്. വിനെഗറിന് പകരമാണ് നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇഞ്ചിയുടെ. പിന്നെ നമ്മുടെ ശർക്കര പാനിയും പിന്നെ നമ്മുടെ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കുക. പുളിയിട്ട കറുത്ത കളറിലിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചി പിക്കിൾ റെഡിയായി ഇവിടെ. അടുത്തിനി നമ്മൾ എഗ് മസാലയിലോട്ട് കിടക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുനുകുനാന്നരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കുക, കരിവേപ്പില, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നല്ല രീതിക്ക് അങ്ങോട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പെരുംജീരകം, ചെറിയ ജീരകം, മുളക്, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, അത്രയും. ഈ വറുത്ത് കോരി എന്ത് ചെയ്യുക, നമ്മൾ പൊടിക്കുക. അതുവരെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. വീഡിയോ എടുത്തെടുത്ത് ഞാനൊരു പരുവായി ഗൈസ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴും ഞാൻ എല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ എല്ലാം കാണും കേട്ടോ. അപ്പം
എല്ലാം നല്ല രീതിക്ക് ഞാനിപ്പോൾ പഠിച്ച് വരുന്നു ഗൈസ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാനൊരു വലിയ കുക്കാവും. അപ്പോൾ നമ്മുടെ വറുത്തിട്ടുണ്ട്, അതിനെ പൊടിയാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ തക്കാളിക്ക, ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി നല്ല രീതിക്ക് വഴറ്റിയെടുക്കുക. നമ്മുടെ മസാല നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് നല്ല മണമായിരുന്നു. അവിടെ ഫുള്ളും മണം. യെസ്, റെഡിമെയ്ഡിനേക്കാളും സൂപ്പറായിരുന്നു അല്ലേ? അതെ അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ പറയുക, വെള്ളമൊക്കെ ഒരു ചെറുതായിട്ട് നമ്മൾ മസാല ആയിട്ടല്ലേ, അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, നമ്മുടെ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം കറി റെഡിയായി. നമ്മളിനി അവിച്ച് വെച്ച മുട്ട വെച്ച് നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്യുക. കുറച്ച് കരിവേപ്പില ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഗീ റൈസിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ എണ്ണ ഒഴിക്കുക, ഗീ ഒഴിക്കുക, പിന്നെ എന്തൊക്കെയോ ഈ ഇലയും പട്ടകൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഗൈസ്, അതൊക്കെ ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. ചോറ് റെഡിയായി. വളരെ ഈസി ആൻഡ് സിമ്പിളാണ്. ഇന്നത്തെ മെനു ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഒരു മെനുവും കൂടെ ഉണ്ട്, അതുകൊണ്ട് പോവരുത്. അപ്പോൾ നമുക്ക് ചോറെടുത്തു, നമ്മുടെ എഗ് മസാല എടുത്തു, നമ്മുടെ അച്ചാർ 2 ഐറ്റം അച്ചാറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അച്ചാറാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണം. കൊള്ളാം കേട്ടോ, നല്ല മധുരം ഉണ്ടല്ലേ, നല്ല ഇനിപ്പും എരിയും ബാലൻസ്ഡ് ആണ്. ഇത് മാങ്ങ അച്ചാർ ഫേവറേറ്റ് ആണ്. അതിൻ്റെ ഒരു കുക്കാണ് ഗൈസ്. അടുത്ത് നമ്മളെ ഗീ റൈസ്, എഗ് മസാല. അടുത്ത് കൊണ്ടൊന്ന് കാണിക്കണോടി. ഒന്ന് കാണിച്ചോ, അല്ല അങ്ങനെ നമുക്ക് ഡേറ്റ് അച്ചാർ, ചോറ്. ഓക്കെ, ഇത് മതി. ഡേറ്റ് അച്ചാറും ചോറും മതി, സൂപ്പറായിട്ടുണ്ട്. ഇനി മാങ്ങ അച്ചാർ. ഇതും കൊള്ളാം. ഇനി ഒരു സ്നാക്ക് ആയാലോ? അതിന് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എലാഞ്ചിയാണ്. അതിന് നമുക്ക് ആദ്യം നെയ്യ് ഒരു പാനിൽ ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം തേങ്ങയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു വെള്ളാംശമൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം കുറച്ച് ഏലക്കയും കൂടെ ഇട്ട് നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി മാവിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പം 1 കപ്പ് മൈദയ്ക്ക് 1 മുട്ടയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ വേണ്ടത്. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ദോശ മാവായിട്ട് എന്താ പറയുക, നല്ല കറക്റ്റ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കണം. അതും നല്ല നൈസായിട്ട് ഒരു പേപ്പർ രൂപത്തിൽ നല്ല നമുക്ക് എന്തുമാത്രം നൈസാക്കാൻ പറ്റുമോ അത്ര നൈസാക്കി എടുക്കുക. എലാഞ്ചി വളരെ സിമ്പിളും ഈസി അല്ലേ. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നാലും നമ്മുടെ കുഞ്ഞു പിള്ളേർക്കായാലും ആർക്കായാലും നമ്മൾക്ക് പെട്ടെന്നൊരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ എലാഞ്ചി. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള എല്ലാ സാധനങ്ങളും അല്ലേ. ഞാൻ വീഡിയോ മാത്രമല്ലേ നിങ്ങൾ എടുക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഞാൻ ദോശ ചുടുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടു നോക്ക്, ഞാൻ ദോശ ചുടുന്നത്. കൊള്ളാല്ല, ഇതുവരെ ഒരു ദോശ ചുടാത്തോള്. പുരോഗമനം ധൈര്യമായിട്ടൊക്കെ കെട്ടിച്ചു കൊടുക്കാം. ഞങ്ങളെ വീട്ടിലും കാണും ഇതേപോലെ ഒരു മലയാളി അമ്മ ഒരു ദോശ കറക്റ്റ് ആക്കിയാൽ നമുക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ എലാഞ്ചിയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അതിനകത്ത് നമ്മുടെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് എലാഞ്ചിയിലേക്ക് വെക്കണം. ആദ്യം ഒരു പ്ലേറ്റ് എടുക്കുക, അതിൽ ദോശ വെച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിങ്സ് ടീച്ചർ കിഡിലായിട്ട് വെച്ച് തരും. ടീച്ചർ ഒരു വലിയൊരു കുക്കാണ് ഗൈസ്. ടീച്ചറിൻ്റെ ഫാൻസിനെ കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ടീച്ചറിൻ്റെ ഇൻസ്റ്റാഗ്രാമിലല്ലോ സോറി ഗൈസ്, യൂട്യൂബിൽ ഒരുപാട് പേര് ടീച്ചറിൻ്റെ ഫാൻസാണെന്നും പറഞ്ഞ് ടീച്ചർ കിഡിലോ ആണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ടീച്ചറിനെ കാണാനും ടീച്ചറിൻ്റെ ഫുഡിൻ്റെ കുക്കിങ്ങൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട്. ഇതേപോലെ ഇനിയും കമൻ്റ് ഇടുക, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ അമ്മ ട്രൈ ചെയ്യുന്നതാണ് ഗൈസ്. അമ്മേനെ എന്തിനാണ് അത് ഇങ്ങനെ കെട്ടിച്ചു കൊടുത്തത്, ഇതുപോലും മടക്കിയെടുക്കാൻ അറിയത്തില്ല. അപ്പോൾ നമ്മുടെ എലാഞ്ചി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്കൊരു വാവയെ കാണാം. വാവ ആണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. ആർക്ക് ഇഷ്ടപ്പെട്ടു വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് താത്താന്ന്.
അങ്ങനെ ഞാനും കഴിച്ചു ഗൈസ് നമ്മുടെ ഏലാഞ്ചി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഈ ഐറ്റമൊക്കെ കേൾക്കുന്നത്. നമ്മുടെ ടീച്ചർ ഒരു കിടിലമാണ് കേട്ടോ. അപ്പം ഇതുപോലത്തെ ഒരുപാട് സിമ്പിൾ സ്നാക്സൊക്കെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ കാണാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഏത് ഫുഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ ബൈ. ടാറ്റാ. ബൈ ബൈ.